ആലുവ പൈപ്പ് ലൈൻ റോഡിൽ അശാസ്ത്രീയമായി നടത്തിയ റോഡ് നിർമ്മാണം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. റോഡിന്റെ ഉയരം കൂട്ടിയതും വീതി കുറച്ചതും മൂലം ഇരു സൈഡിലും 1.5 അടിയോളം ഉയരത്തിലുള്ള അപകട രീതിയിൽ നിർമ്മാണം നടക്കുന്നതെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആരോപണം. പ്രതിഷേധത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് ദീപ പോളുമായി നടത്തിയ ചർച്ചയിൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ആലുവ പൈപ്പ് ലൈൻ റോഡിൽ അശാസ്ത്രീയമായി നടത്തിയ റോഡ് നിർമ്മാണം തടഞ്ഞത്. നിലവിൽ ദീർഘനാളായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇന്റർലോക്ക് കട്ടവിരിച്ചത്. 4 മീറ്റർ ഉണ്ടായിരുന്ന റോഡിന്റെ വീതി കുറച്ചും റോഡിൽ നിന്നും 1.5 അടിയോളം ഉയർത്തിയാണ് നിർമ്മാണം നടക്കുന്നത്. റോഡിന്റെ ഉയരം കൂട്ടിയതും വീതി കുറച്ചതും മൂലം ഇരു സൈഡിലും 1.5 അടിയോളം ഉയരത്തിൽ അപകട രീതിയിലുള്ള നിർമ്മാണം നടക്കുന്നതെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആരോപണം. സ്റ്റാർട്ട് ചെയ്യുന്ന ആ പ്രദേശം മുതൽ നമ്മുടെ നിർമ്മല സ്കൂളിൻ്റെ മുമ്പ് വരെയാണ് ഇപ്പോൾ ടൈൽ വിരിച്ച് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ 2 ഭാഗവും ചെറിയ കോൺക്രീറ്റ് മാത്രം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. റോഡിന് വീതിയില്ല. ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന അസംബരം ഭാഗത്തു നിന്നുള്ള പൈപ്പ് ലൈൻ റോഡിൽ നിന്നൊക്കെ വരുന്ന ആളുകളെല്ലാം 2 വീലറും കാറുമായി ടൗണിലേക്ക് പ്രവേശിക്കുന്ന ഈ റോഡ് വഴിയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനം അടക്കം വിടാൻ നേരത്ത് വലിയ 2 വീലറും കാറുകളുടെ തിരക്കാണ് ഈ റോഡിലുള്ളത്. അപ്പോൾ ഒരു കാറ് ഫ്രണ്ടിലേക്ക് പോയാൽ തൊട്ടപ്പുറത്ത് എതിരെ വരുന്ന ബൈക്കുകാരൻ കാലുകുത്തി കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. കാലുകുത്താൻ പറ്റാത്ത രീതിയിലേക്കുള്ള കുഴിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അടിയന്തരമായി ഈ കോൺക്രീറ്റ് ചെയ്തേക്കുന്ന ഭാഗം ഈ റോഡിൻ്റെ ലെവലിൽ തന്നെ ചെയ്തുകൊണ്ട് ഇവിടെ അപകടമില്ലാത്ത രീതിയിലേക്കുള്ള പണി നടത്തണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരായ വിദ്യാർത്ഥികളും അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയുണ്ടായി. വിദ്യാഭ്യാസ സ്ഥാപനവും ഒട്ടേറെ ജനങ്ങൾ ആശ്രയിക്കുന്നതും ആലുവ എംഎൽഎ അൻവർ സാദത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിക്കുന്നതുമായ റോഡാണ് ഇത്തരത്തിൽ അപകടം വരുന്ന രീതിയിൽ നിർമ്മാണം നടത്തുന്നത്. ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി മുതൽ നിർമ്മല സ്കൂൾ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 മീറ്ററായ റോഡിന്റെ ഇരുവശങ്ങളിലും 1 മീറ്റർ വീതം വീതി കൂട്ടി 5 മീറ്ററായി ചരിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം രാജീവ് സക്കറിയയും ബ്ലോക്ക് സെക്രട്ടറി അജിത് എംഎസ്, മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഹിജാസ്, സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം കെ.വി. മാർട്ടിൻ, പി.വി. ശശി, ഫൈസൽ താരകൻ, രാഹുൽ ആർ, മിഥുൻ ആലുവ എന്നിവർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് ദീപ പോളുമായി നടത്തിയ ചർച്ചയിൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റായ സ്മാർട്ട് മാർട്ട് വിജയകരമായ 1ാം വാർഷികത്തിലേക്ക്. ഡിസംബർ 1 മുതൽ ജനുവരി 10 വരെയുള്ള പർച്ചേസുകളിൽ നിന്നും മെഗാ നറുക്കെടുപ്പിലൂടെ 20 ഭാഗ്യശാലികൾക്ക് ഉഗ്രൻ സമ്മാനങ്ങളും. ഡിസംബർ 24 വരെ ഓരോ ദിവസവും നറുക്കെടുപ്പുകൾ. PMSEB സ്മാർട്ട് മാർട്ട് 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി.